ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 2. വിശ്വാസത്തിൻ്റെ വിത്തുകൾ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. കഴിഞ്ഞ വസന്തകാലത്ത് ഞങ്ങളുടെ പുൽത്തകിടി എയറേറ്റ്, അതായത് മണ്ണിന് അടിയിൽ വായുസഞ്ചാരം കൂട്ടുന്നതിനുള്ള പ്രക്രിയ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ ഞങ്ങളുടെ മേപ്പിൾ മരത്തിൽ നിന്നുള്ള വിത്തുകൾ നിലത്തു മുഴുവനും ചിതറി വീണു. പിറ്റേന്ന് എയറേറ്റ് യന്ത്രം മണ്ണിളക്കിയപ്പോൾ മേപ്പിൾ വിത്തുകളെല്ലാം മണ്ണിനടിയിലായി. 2 ആഴ്ചയ്ക്കു ശേഷം എൻ്റെ പുൽത്തകിടിയിൽ ഒരു മേപ്പിൾ വനം വളരാൻ ആരംഭിച്ചു. ഞാൻ നിരാശയോടെ പുൽത്തകിടിയിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ട സസ്യജാലങ്ങളെ നോക്കി നടക്കുമ്പോൾ ഒരു വൃക്ഷം മുളപ്പിച്ച പുതുജീവൻ്റെ സമൃദ്ധി എന്നെ ഞെട്ടിച്ചു. ഓരോ മിനിയേച്ചർ മരവും ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റുള്ളവരുമായി എനിക്ക് പങ്കിടാൻ കഴിയുന്ന ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിൻ്റെ ചിത്രമായി മാറി. നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്കുള്ള പ്രത്യാശയുടെ കാരണം പറയാൻ നമുക്ക് ഓരോരുത്തർക്കും എണ്ണമറ്റ അവസരങ്ങളുണ്ട്. യേശുവിലുള്ള പ്രത്യാശയോടെ നാം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുമ്പോൾ അത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് ദൃശ്യമാവുകയും ദൈവത്തെ ഇതുവരെ വ്യക്തിപരമായി അറിയാത്തവർക്ക് അത് ഒരു കൗതുകമായി മാറുകയും ചെയ്തേക്കാം. നമ്മൾ തയ്യാറാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് പുതിയ ജീവൻ പുറപ്പെടുവിക്കുന്ന വിത്ത് നമുക്ക് പങ്കുവെക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ കാറ്റിൽ എന്ന പോലെ നാം അത് എല്ലാവരുമായി ഒരേ സമയം പങ്കിടേണ്ടതില്ല. മറിച്ച് വിശ്വാസത്തിൻ്റെ വിത്ത് അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു ഹൃദയത്തിലേക്ക് നാം സൗമ്യമായും ആദരവോടും ഇടുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തങ്ങളുടെ പ്രത്യാശയുടെ കാരണം പങ്കിടുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പങ്കിടാൻ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ അവരുമായി എന്താണ് പങ്കിടുക? ദൈവത്തിന് മഹത്വം.